ഗിരീഷും മുസ്തഫ മുണ്ടുപാറയൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഓരോരുത്തരെയായിട്ട് വഴിയെ പരിചയപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. പരിചയപ്പെടുത്താൻ സാധ്യമല്ല, വന്നിട്ടുള്ള എല്ലാവരും പ്രമുഖരാണ്. ഏറെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ശക്തമായ ഒരു പൗരസമൂഹം താമരശ്ശേരിക്കുണ്ട്. എന്നിട്ടാണ് ഈ നാട്ടിൽ അവരുടെ കണ്ണുകളെ വെട്ടിച്ച് അവരിതൊന്നും കരുതിയിട്ടില്ല. ഇതേപോലൊരു നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരും കരുതാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് താമരശ്ശേരി ലഹരി വിൽക്കാൻ വരുന്നവർ ഗുഡ് ബൈ പറഞ്ഞോളൂ. ഈ നാട്ടിലെ പൗരസമൂഹം, അതായത് ഏറ്റവും ശക്തമായൊരു പൗരസമൂഹമുള്ളൊരു നാടാണ് താമരശ്ശേരിയും ഈങ്ങപ്പുഴയും അടിവാരവും എന്നൊക്കെ പറയുന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ചെറുപ്പക്കാരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാതെ പൊക്കോളൂ എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്നാലും നമുക്കപ്പം ഗിരീഷുണ്ട്. ഗിരീഷ് കട്ടിപ്പാറ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് അല്ലേ? പുതുപ്പാടി പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ ഗിരീഷ്, എങ്ങനെയാണ് നമുക്കിതിനെ നേരിടാൻ കഴിയുക? ഇതിനെ നേരിടാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ഔദ്യോഗിക സംവിധാനങ്ങളുടെ പിന്തുണയില്ലാതെ നമുക്കിത് എവിടെ എത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ റിപ്പോർട്ടർ ചാനല് ഇതിൽ ഒരു ഗംഭീര തുടക്കം, റിപ്പോർട്ടർ ചാനലാണ് ആദ്യം ഇത് തുടങ്ങുന്നത്. ജനങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു. ഇപ്പം മറ്റു ചാനലുകളും പത്രങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഇത് വർഷങ്ങൾ കൊണ്ടാണ് ഈ നിലയിലേക്ക് വളർന്ന് പന്തലിച്ചത്. അത് അറിയാൻ കഴിയാതെ പോയി എന്നുള്ളത് വലിയ പരാജയമാണ്. ഇത് തുടച്ചു മാറ്റാൻ ഇതുപോലെ തന്നെ കുറച്ച് സമയമെടുത്തിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരും. ജനങ്ങൾ സന്നദ്ധമാണ്. കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെയാണോ പ്രതിരോധം തീർത്തത്, അതേ മാതൃകയിൽ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള തയ്യാറെടുപ്പും പ്രവർത്തനം ഉണ്ടാവാം. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ റൂട്ട് മാപ്പ് തയ്യാറാക്കി, ഒരു പ്രതിയെ പിടിച്ചാൽ റൂട്ട് മാപ്പ് തയ്യാറാക്കാലോ. റൂട്ട് മാപ്പ് തയ്യാറാക്കി പോയാൽ ഇതിന്റെ അങ്ങേയറ്റം എത്താലോ. ആ രീതിയിലേക്ക് ഇതിന് സംവിധാനം ഒരുക്കണം. താൽക്കാലികമായി ആശുപത്രികൾ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ഇതിനടിമകളായി പോയിട്ടുള്ള ആളുകളെ പിടിച്ച് സംവിധാനം ഒരുക്കണം. ട്രീറ്റ്മെന്റ്, അതായത് താൽക്കാലിക കോവിഡ് കാലത്തുണ്ടാക്കിയ താൽക്കാലിക ആശുപത്രി സംവിധാനം പോലെ ഡി അഡിക്ഷൻ സെന്ററുകൾ താൽക്കാലികമായി തന്നെ തുടങ്ങേണ്ടി വരും. ഇതിൽ പിടിക്കുന്നവരെ ജയിലിലേക്ക് മാത്രമല്ല ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി അവിടെ പോലീസിന്റെ എക്സൈസിന്റെ ചുമതലയിൽ തന്നെ അവരെ ഡി അഡിക്റ്റ് ചെയ്തെടുക്കുക. നമ്പർ 2, ഈ പ്രദേശത്തുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുക. ഏറ്റവും ശ്രദ്ധേയമായ പോയിന്റാണ് ഗിരീഷ്. അതുപോലെ താൽക്കാലിക ജയിൽ സംവിധാനം ഒരുക്കണം. ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സ കൊടുക്കണം. അതെല്ലാം നാട്ടുകാർക്ക് സാധ്യമാവുന്ന സംഗതിയല്ല. അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനം എല്ലാം. ഒപ്പം പൗരസമൂഹം, പൊതുസമൂഹവും കോവിഡ് കാലത്ത് എങ്ങനെ പ്രവർത്തിച്ചോ അതേപോലെ പ്രവർത്തിക്കണം. ചുരുങ്ങിയത് 6 മാസമെങ്കിലും. പൊതുസമൂഹം ഇപ്പോൾ തയ്യാറാണ്. പൊതുസമൂഹം സന്നദ്ധമായി കഴിഞ്ഞു. അപ്പോൾ ആ സന്നദ്ധത പരമാവധി പ്രയോജനപ്പെടുത്തി ഇത് വേരോടെ പിഴുതു കളയാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തേണ്ടത്. വേരോടെ പിഴുതു കളയും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേരോടെ പിഴുതാൽ പോരാ. ഇത് വേര് പിടിച്ച് വേര് ആഴ്ന്നിറങ്ങി വലിയ വൃക്ഷമായി പുഷ്പിച്ച് അതിന്റെ വിത്തുകൾ വിതരണം ചെയ്യപ്പെട്ട കള പറിക്കും പോലെ പറിക്കണം. എന്നാൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഇത് കേരളത്തിൽ ഇപ്പൊ പുതുപ്പാടിയും താമരശ്ശേരിയൊക്കെയായി ബന്ധപ്പെട്ട വാർത്തയിൽ നടന്നു വന്നത് 2 കൊലപാതകങ്ങൾ നടന്നതുകൊണ്ടാണ്. കൊലപാതകങ്ങൾ നടക്കാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഇത് സുലഭമായി നടന്നേക്കാവുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനത്തിൽ ഹോട്ട്സ്പോട്ട് അല്ല ഇത്. ഈ താമരശ്ശേരിയും പുതുപ്പാടിയൊന്നും ഈ പറയുന്ന ലിസ്റ്റിലില്ലാത്ത സ്ഥലത്താണ് കൊലപാതകം നടന്നത്. അപ്പോൾ ലിസ്റ്റിലുള്ള സ്ഥലത്ത് എന്ത് തന്നെയും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഗിരീഷ് പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്കാണ് പോകേണ്ടത്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാലിഡ് പോയിന്റാണിത്. പ്രതികളിൽ നിന്ന് റൂട്ട് മാപ്പ് എടുത്ത് ഉറവിടങ്ങളിലേക്ക് നമ്മൾ പോവുകയും നമുക്കതിനെ തുടച്ചു മാറ്റാൻ കോവിഡ് കാലത്തേതുപോലെ സമാനമായ രീതിയിലുള്ളൊരു പോരാട്ടത്തിലാണ് കേരളം സാക്ഷ്യം വഹിക്കേണ്ടത്.